Great is thy faithfulness. Great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness. Great is thy faithfulness, Lord, unto thee. കർത്താവിൻ്റെ വിശ്വസ്തതയെ എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാവിലെ പാലക്കാനും സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് മീറ്റിംഗ് കൂടി വരുവാൻ എനിക്കും സാവകാശം ഒരുക്കിയ ദൈവത്തിന് എല്ലാവിധ മാനവും മഹത്വവും ആദ്യം അർപ്പിക്കുന്നു. ഇന്ന് മീറ്റിങ്ങിലായിരിക്കാൻ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിനായി കർത്താവിനെയും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗ് ഇന്ന് പ്രിസൈഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ സാറാൻ വേണ്ടിയും ഇന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ ഷാജി, ഈ മീറ്റിംഗിൽ ദൈവവചനം സംസാരിക്കുന്ന കർത്തദാസൻ, ഈ മീറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റൊക്കെ ചെയ്യുന്ന പുഷ്പാൻ്റെ എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ്റെയും സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ചില നിമിഷങ്ങൾ നാം ഒരുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയായി നാം അടുത്തു വരികയാണ്. കർത്താവിൻ്റെ ആ വലിയ നാമത്തെ നമുക്ക് നിരാവര പല കാലവും ഉയർത്താം. ദിനംതോറും അവൻ്റെ കൃപകൾ നൽകി നമ്മെ നടത്തുന്ന ആ വലിയ നാഥൻ്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കും. പാട്ടുകാരി പ്രകാരം കർത്താവെ അങ്ങെന്നും യോഗ്യൻ, അങ്ങെന്നും യോഗ്യൻ, ദൈവത്തിന് കുഞ്ഞാടെ അങ്ങ് യോഗ്യനാണ്. സകല സ്തോത്രത്തിനും സകല സ്തുതികൾക്കും സകല ബഹുമാനങ്ങൾക്കും യോഗ്യനായ കർത്താവിനെ, അത് സ്വീകരിപ്പാൻ എന്നും യോഗ്യനായ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ആ പഴയ ഗാനത്തിനോട് ചേർന്ന് നമുക്ക് പാടി ചില നിമിഷങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ദേവാദിദേവൻ നീ, രാജാതിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നോ, മണ്ണിലും മിന്നിലും ആരാധ്യനാം നീ, ഉന്നതനന്ദനൻ നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യേശുവേ അങ്ങ് യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ദേവാദിദേവൻ നീ, രാജാതിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നോ, മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ, ഉന്നതനന്ദനൻ നീയോ. അയോഗ്യനായ കർത്താവിനെ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. സ്വർഗസുഖം വെടിഞ്ഞൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു. നീ മരിച്ചു നീണം ചീന്തി വീണ്ടെടുത്തെന്നെയും നീ യോഗ്യനായി.
സ്വർഗസുഖം വെടിഞ്ഞൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു. നീ അറുക്കപ്പെട്ടു നിന്നീണം ചീന്തി വീണ്ടെടുത്തെന്നെയും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ക്രൂശില കൂരിരുളിൽ ഏകനായി ദൈവത്താൽ കൈവിടപ്പെട്ടവനായി നീ സഹിച്ചു ദൈവക്രോധമതെല്ലാം എൻ പാപം മൂലമായി നീയാഗമായി. ക്രൂശില കൂരിരുളിൽ ഏകനായി ദൈവത്താൽ കൈവിടപ്പെട്ടവനായി നീ സഹിച്ചു ദൈവക്രോധമതെല്ലാം എൻ പാപം മൂലമായി നീയാഗമായി. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഓ നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പാതകർ മധ്യത്തിൽ പാതകനെ പോൽ പാപമായി തീർന്നു നീ ക്രൂശതിന്മേൽ. നീ മരിച്ചു എൻ്റെ പാപങ്ങൾ പോക്കി. എന്തൊരു സ്നേഹമേ നീ യോഗ്യനാ. പാതകർ മധ്യത്തിൽ പാതകനെ പോൽ പാപമായി തീർന്നു നീ ക്രൂശതിന്മേൽ. നീ മരിച്ചു ദൈവകോപങ്ങൾ പോക്കി. എന്തൊരു സ്നേഹമേ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ ആ കർത്താവായ കുഞ്ഞാവിനെ നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. ഓ ഹല്ലേലൂയ. എല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഓ സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ. അങ്ങനെ കർത്താവിനെ ചേർന്ന് ആരാധന അങ്ങേ
അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെൻ്റെ സർവ. ഹല്ലേലൂയ. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ഓ ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഹല്ലേലൂയ. എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഓ ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാ ചേർന്ന ആരാധന, ആരാധന. ഓ ഹല്ലേലൂയ. എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയിടണമേ. ഓ ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാ. ഹല്ലേലൂയ. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന
എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. അങ്ങേപ്പോലെ ദൈവമേ ഈ ലോകത്തിൽ ആരുള്ള കർത്താവേ. ഈ ഗാനം എഴുതിയതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബ്രൈറ്റ് എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ പാസ്റ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് അബുദാബിയിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്തൊക്കെയാണ്. പല മീറ്റിങ്ങുകൾക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. അച്ഛൻ ചില സാഹചര്യങ്ങൾ മുഖാന്തരം ഒത്തിരി പിന്മാറി കർത്താവിൽ നിന്ന് അകന്നു മാറിയപ്പോൾ കർത്താവ് പിടിച്ചോ, കർത്താവ് സ്നേഹിച്ചു. ആ സ്നേഹത്തെ വർണ്ണിച്ചാണ് കർത്താവിൻ്റെ ദാസൻ ഈ പാട്ട് എഴുതുന്നത്. ആ പാട്ടിൻ്റെ വരികളിനകത്ത് മുഴുവൻ ആ ദാസൻ്റെ അനുഭവങ്ങളാണ്. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ കർത്താവെ, നിൻ്റെ വചനത്താൽ എന്നെ കഴുകണമേ കർത്താവെ, അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അടുത്ത വരികൾ ഇപ്രകാരം: നിൻ്റെ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി കർത്താവെ അങ്ങ് എൻ്റെ കൂടെ നിൽക്കണമേ, വിശ്വാസത്തിൽ വീണു പോകാതെ എന്നെ ഉറപ്പിക്കണമേ. ഹല്ലേലൂയ. ആ കർത്താവിദാസൻ ഇന്ന് അധികം ശക്തിയോടെ ഇന്ന് അബുദാബിയുടെ മണ്ണിൽ അല്ലെ UAE മണ്ണിൽ ശക്തമായി തൻ്റെ വേല ചെയ്തെടുക്കുന്നു. അനേകം ചർച്ചകൾ കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവമാണ്, അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആ അനുഭവത്തോട് കൂടെയാണ് ഞാനും ഇന്ന് ഈ പാട്ട് പാടി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ ഗാനം പാടിയപ്പോൾ. കർത്താവേ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, എൻ്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ ആ സ്നേഹത്തോടെ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു ചെല്ലാം. ഒരു ഗാനത്തിന് ചേർന്ന് പാടി നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. പഴയൊരു ഗാനം പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഹല്ലേലൂയ. യേശു എന്ന നാമത്തെ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഓ ജീസസ്. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. ഓ ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഹല്ലേലൂയ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. ആക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യ. യേശു എന്ന നാമം, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീത ചേർന്ന്. ഹല്ലേലൂയ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഹല്ലേലൂയ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയായി. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ
ത്തിൽ വെച്ചു ജീവപാതയെന്നു. ഹല്ലേലൂയ. യേശു എന്ന നാമമേ ഹല്ലേലൂയ, എന്നാത്മാവിൻ ഗീതമേ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഓ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനായി വേല ചെയ്യും. യേശു എന്ന നാമം, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഹോ യേശു എന്ന നാമമേ ഹല്ലേലൂയ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടും. യോർദാൻ സമമന ശോധനയിലും താടുവീടും പോകാതെ. യോർദാൻ സമമന ശോധനയിലും താടുവീടും. ഓ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. യേശു എന്ന നാമ, ഓഹോ എന്നാത്മാവിൻ ഗീതമേ. ഹല്ലേലൂയ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേരം പൂന. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തി. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പാടി പുകഴ്ത്തിടാം. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകൾ. ഹല്ലേലൂയ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ, നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ, നാം പാടി. ഹല്ലേലൂയ. യേശു എന്ന നാമ, ഓഹോ എന്നാത്മാവിൻ ഗീതമേ. ഹല്ലേലൂയ. യേശു എന്ന നാമമേ, ഓ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഓഹോ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ. ഹല്ലേലൂയ. എന്നാത്മാവിൻ, ഓ ജീസസ്. യേശു എന്ന നാമ, കർത്താവിന്റെ നാമത്തെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ
യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ആ പ്രിയ യേശുവിനെ നമുക്ക് വാഴ്ത്താം, നമുക്ക് സ്തുതിക്കാം. നാം ഒരുമിച്ച് ചില നിമിഷമാണ് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ അതിനായി ബലപ്പെടുത്തുവാൻ നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഈ പാട്ടുകളാൽ ഈ ശുശ്രൂഷയാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാവായി പ്രാർത്ഥിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. താങ്ക് യു ബ്രദർ ഫിനി ജോൺസൺ. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ യേശു കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ ഇന്ന് രാവിലെ കർത്തദാസനിൽ കൂടി ദൈവം സഹായിച്ചുവല്ലോ. നമ്മൾക്കെല്ലാം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയായല്ലോ. നമ്മൾ പാടി പുകഴ്ത്താൻ, നമ്മുടെ കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നും മാറാത്ത ഒരു ദൈവം, നമുക്ക് എന്നുമുള്ള ഒരു മാറാത്ത ഒരു ദൈവം നമുക്കുള്ളതിനാൽ ഘോര ഭയങ്കര കാറ്റുമലയും വന്നാലും അവിടെ നമ്മളെ കാക്കുന്ന ഒരു ദൈവം, പെറ്റതള്ള കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം, നമ്മളെ തന്നെ താഴ്ത്തി തൻ കരുത്തിൽ വെച്ച് ആ കർത്താവ് നമുക്ക് തന്നുള്ള ഈ കർത്താവ് നമ്മളെ കാണിച്ചെന്ന വഴി കൂടി പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. രീതിയിൽ കർത്താവിനെ ആരാധന കൊടുക്കുവാൻ നമുക്ക് സാധിച്ചുവല്ലോ. ഈ ബലത്തോട് നമുക്കായിരിക്കാം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ആ ദിവസം എല്ലാവർക്കും ദൈവം തരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്തദാസൻ ഫിനി ജോൺസൺ അബുദാബിയിൽ നിന്ന് കർത്തദാസനോട് നന്ദിയും സ്നേഹവും 24 hour ബോസ്റ്റൺ പ്രയറിന്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് വീണ്ടും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ഇന്ന് സൂം ലൈനിൽ 24 hour ബോസ്റ്റൺ പ്രയറിന്റെ സൂം ലൈനിൽ ഇരിക്കുന്ന എല്ലാവർക്കും പ്രയർ ലൈനിലും അനേകരുണ്ട്. സൂം ഐക്കോണുള്ള എല്ലാവരും സൂം 712-432-8273 ഡയൽ ചെയ്തിട്ട് സൂമിൽ ആയിരിക്കണമെന്നും കൂടി ഓർപ്പിക്കുന്നു. വീഡിയോ ഓപ്പൺ ആക്കിയിരിക്കണമെന്നും കൂടി ഓർപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് അത് ഉതകുന്നതാണല്ലോ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് വചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി കേരളത്തിൽ നിന്നും ബഹുമാനി കർത്തദാസൻ ഡോക്ടർ ജേക്കബ് മാത്യു ആണ് നമ്മുടെ ലൈനിൽ ഉണ്ടായിരിക്കും. കർത്തദാസൻ നാം എല്ലാവരും ചേർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ റോമൻ പടയാളികളും യഹൂദന്മാരും ചേർന്ന് കാൽവറിയിൽ ക്രൂശിൽ തൂക്കിയിടുമ്പോൾ അവർ നിന്ദിക്കുകയും അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ശേഷം തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം കർത്താവിന്റെ ശരീരത്തെ അവർ തകർത്തിട്ട് കർത്താവ് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരു പടയാളി തന്റെ കുന്തം കൊണ്ട് ആ വിലാപ്പുറത്ത് കുത്തി കീറുമ്പോൾ അവരത് ഉറപ്പാക്കി, അവരത് കൺഫേം ചെയ്തു, ക്രിസ്തു മരിച്ചു എന്നുള്ളത്. നമുക്കും ആ വചനം നല്ലതാണ്. അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി കർത്താവ് ക്രൂശിൽ മരിച്ചു. ആ ശരീരം ഒന്ന് മറവ് ചെയ്യാൻ പോലും റോമൻ ഭരണകൂടവും യഹൂദന്മാരും തയ്യാറാകാതിരുന്നപ്പോൾ തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് ഭക്തന്മാരായ പുരുഷന്മാർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അനുവാദം വാങ്ങി ആ ശരീരം അവര് മറവ് ചെയ്യുന്നുണ്ട്. ആ കല്ലറ പോലും പട്ടാളക്കാരെ വെച്ച് കാവൽ ചെയ്ത് അതിന്റെ മേൽ റോമൻ മുദ്ര പതിപ്പിച്ച് അവർ 3-ാം നാൾ വരെ അതിനെ വളരെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിടത്തു നിന്നാണ് ഈ മാർഗം ആരംഭിക്കുന്നത്. അവിടുന്നാണ് ഈ ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, തകർത്ത്, എല്ലാം ബന്ധിച്ച്, എല്ലാം കാവൽ ചെയ്ത് ഇനി ഉയർക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തിയ ഈ മാർഗത്തെ മുടിച്ചു കളഞ്ഞ, കർത്താവിനെ തകർത്ത് കളഞ്ഞിടത്തു നിന്നാണ് ഈ മാർഗം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന ഏവരും അറിയേണ്ടത്, എത്ര തകർന്നു പോയാൽ, എന്തെല്ലാം ബന്ധനമുണ്ടെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും, ഇനി യാതൊരു രക്ഷയുമില്ലെന്ന് ലോകത്തുള്ള സകല ആളുകളും പറഞ്ഞാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ
നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അതായി മാർഗം. ഈ വിശ്വാസ മാർഗം എന്ന് പറയുന്നത് അതാണ്. എല്ലാ പ്രവചനവും ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല. എല്ലാ പ്രവചനവും ദൈവനിയോഗത്താൽ, പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യർ സംസാരിച്ചത് മാത്രമാണ്. ഓൾ പ്രൊഫസി, എല്ലാ പ്രവചനവും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രവചന വാക്യം കിടപ്പുണ്ട്. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. ട്രൂ വിറ്റ്നസിങ്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ട്രൂ വിറ്റ്നസിങ് അല്ലെങ്കിൽ ട്രൂ ടെസ്റ്റിഫിക്കേഷൻ, ടെസ്റ്റിഫൈ. കർത്താവിനെ കുറിച്ചുള്ള സത്യത്തിലുള്ള എല്ലാ ശുശ്രൂഷയും, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതും എല്ലാം അതിന്റെ ട്രൂ എസൻസില് എല്ലാം കർത്താവിന്റെ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. എല്ലാ പ്രവചനവും നിറവേറുന്നത് കർത്താവിന്റെ ക്രൂശിലാണ്. നല്ല എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ, ആ കർത്താവിനെ കുറിച്ചുള്ള മെസ്സേജ്, ആ ക്രൂസിഫിക്ഷൻ, ആ റിസറക്ഷൻ, അത് മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. അതിന്റെ എസൻസ് എന്ന് പറയുന്നത് അതാണ്. ഇന്നത്തെ ദൈവത്തിന്റെ നമ്മോട് അറിയിക്കാനുള്ള ആലോചന ആ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ, ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ അസ്ഥികളെല്ലാം ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്കെല്ലാം ഭംഗം വന്നിരിക്കുന്നു എന്നൊരു വാക്യം കിടപ്പുണ്ട്. അത് ഇസ്രായേൽ അവരുടെ അവസ്ഥ കണ്ട് വിലപിച്ചതാണ്. ആ രാഷ്ട്രം, ആ നേഷൻ ചെതറിപ്പോയി പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേലിന്റെ വിലാപമാണ്, അവരുടെ വേദനയാണ്. അവരെ രാജാക്കന്മാർ ചെതറിച്ചു കളഞ്ഞു. അവർ ലോകത്തിന്റെ 4 ദിക്കിലേക്കും ചെതറിപ്പോയിട്ട് ആ രാഷ്ട്രം ഇനി ഒരിക്കലും തിരികെ വരില്ല എന്ന് എല്ലാവർക്കും തോന്നിയപ്പോൾ ആ ജനങ്ങൾ വിലപിച്ച വിലാപമാണ്, ഞങ്ങളുടെ അസ്ഥികളെല്ലാം ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്കെല്ലാം ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾക്കൊരു രക്ഷയില്ല, ഞങ്ങൾ എല്ലാം തീർന്നു, അടക്കപ്പെട്ട് ശവക്കുഴികളിൽ വിശ്രമിക്കുന്നവരെ പോലെ ഞങ്ങളുടെ പ്രത്യാശയ്ക്കെല്ലാം ഭംഗം. എന്നാൽ ദൈവം അവരുടെ അവസ്ഥ കണ്ടിട്ട് പ്രവാചകനോട് പറയുന്നത്, ഇവരിങ്ങനെ പറയുന്നല്ലോ, ഇവര് തങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ പറയുന്നത്, എൻ്റെ ജനമേ, ഓ മൈ പീപ്പിൾ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ അതിൽ നിന്ന് തിരികെ കയറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ നിങ്ങളുടെ ദൈവമാണ്. അങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിവുള്ളൊരു ദൈവത്തെയാ ഞാനും നിങ്ങളും എല്ലാ കാലത്തും ആരാധിക്കുന്നതെന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന് നിങ്ങളെ അതിൽ നിന്ന് തിരികെ എഴുന്നേൽപ്പിച്ച്, എന്ന് പറഞ്ഞാൽ അത്ര ദയനീയമായ അവസ്ഥയിൽ നിന്ന് പോലും നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഞാൻ ശക്തനാണെന്ന് ദൈവം പ്രവാചകനോട് പറയുമ്പോൾ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിനും വലിയ ആശ്വാസവും വലിയ വിടുതലും ആയിത്തീരട്ടെ. കാരണം മിക്ക മനുഷ്യരും മിക്കപ്പോഴും ജീവിക്കുന്നത് ഇങ്ങനെ തന്നെ. ബന്ധങ്ങളെല്ലാം തകർന്ന്, അല്ലെങ്കിൽ വലിയ പാപത്തിൽ ചെന്ന് അകപ്പെട്ട് നിരാശയോടെ ഇനി ഒരു ജീവിതമില്ല, ഞങ്ങൾക്കിനി ഒന്നുമില്ല, എല്ലാം തീർന്നെന്നും പറഞ്ഞ് അവർ ജീവിക്കുമ്പോൾ ദൈവം പറയുന്നത് അങ്ങനെ തീരത്തില്ല, എനിക്ക് അസാധ്യമായ ഒന്നുമില്ല, നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. അത് ദൈവത്തിന്റെ ഒരു
ആലോചനയും ദൈവത്തിന്റെ ദൂതും കൂടെ ആണ്. ഞാനൊരു പാട്ടിന്റെ 4 വരി പാടാം, നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാം. അതിനകത്ത് ദൂതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എൻ പാപമനേകം കറയധികം ഞാൻ വീഴ്ത്തിയിടും കണ്ണീർ കൈപ്പേറിയതാം. എൻ പാപമനേകം കറയധികം ഞാൻ വീഴ്ത്തിയിടും കണ്ണീർ കൈപ്പേറിയതാം. വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ, വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി. പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി. പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനായി, പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനായി. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടുമെങ്കിൽ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടുമെങ്കിൽ. പരീക്ഷകളും ഭയവും ഹേതുവായി എന്റെ ജീവിതം ഖേദവും ശൂന്യവുമായി തീരുമ്പോൾ ഈ ഭക്തൻ പാടുകയാണ്, വില്യം ബൂത്ത് പാടിയതാണ്, പ്രത്യാശ എനിക്കുണ്ട് നല്ലതിനായി നിൻ പ്രവാഹം എന്റെ മേൽ ഒഴുക്കിയിടുമെങ്കിൽ. എത്ര തകർന്നു പോയാൽ, എത്ര നശിച്ചു പോയാൽ, ബന്ധങ്ങളെല്ലാം എത്ര അകന്നു പോയാൽ, ജീവിതം എല്ലാ നിലയിലും നശിച്ചു പോയാൽ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാം തിരികെ കിട്ടുമെന്നും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നും തിരുവചനം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറയും. ദൈവം ഈ പ്രവാചകനോട് ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യപുത്ര, ക്യാൻ ദിസ് ബോൺസ് ലിവ്? എന്നാ മറുപടി പറയുന്നത്, അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ഇതെത്ര ഉണങ്ങിപ്പോയാൽ, ഇതെത്ര ബന്ധം വിട്ട് അകന്നു പോയാൽ, ഇന്നത്തെ റിയാലിറ്റി എത്ര ഭീകരമാണെങ്കിൽ ദൈവം, ഈ പ്രവാചകൻ ദൈവത്തോട് പറയുന്നത്, അങ്ങേക്കൊന്നും അസാധ്യമല്ല, നിനക്ക് സകലതും കഴിയും. യു അലോൺ ക്യാൻ ഡു ഓൾ തിങ്സ്. ഇതുപോലൊരു വാക്യം വേറൊരു ഭക്തൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും എനിക്കറിയാം. ഇയ്യോബ്, ആ മനുഷ്യന്റെ ജീവിതം വളരെ വളരെ അതിശയകരമായ ഒരു ജീവിതമാണ്. വളരെ, അദ്ദേഹത്തെ പറ്റി ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഒരു ഓട്ടിന്റെ കഷണവുമായിട്ട്, ഒരു ഓടിന്റെ കഷണവുമായിട്ട് ചാരത്തിലിരുന്ന് തന്നെത്താൻ ചൊറിഞ്ഞുകൊണ്ടിരുന്ന തകർന്നു പോയ ഒരു മനുഷ്യൻ, ഉന്നത നിലവാരത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, നല്ല കുടുംബ ബന്ധം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, സമൂഹത്തിലെ മാന്യനായ ഒരു മനുഷ്യൻ. അയാളുടെ കുടുംബത്തിൽ ഒരു ദുരന്തം ഉണ്ടായി. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ ഇന്ന് ബൈബിളിൽ നിന്ന് ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, വസ്ത്രമൊക്കെ ഉണ്ടായിരിക്കും, ധരിച്ചിട്ടുണ്ടായിരിക്കുമോ ആർക്കറിയാം. ചാരത്തിൽ ഇരുന്നു ഒരു ഓടിന്റെ കഷണം കൊണ്ട് തൻ്റെ ദേഹം ചൊറിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതങ്ങോട്ട് എത്രമാത്രം പെയിൻഫുൾ ആയിരിക്കും
എത്ര ദയനീയമായിരിക്കും. മക്കളെല്ലാം പെട്ടെന്നൊരു ദിവസം അങ്ങ് മരിച്ചു. ഒരാൾ പോലും ബാക്കിയില്ല. മുഴുവൻ സമ്പത്തും നശിച്ചു. അങ്ങനെയുള്ള ആളുകളൊക്കെ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. സമ്പത്ത് മുഴുവൻ നശിച്ചു, മക്കള് പോയി, ബന്ധങ്ങളെല്ലാം തകർന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറഞ്ഞു, നിനക്ക് ദൈവത്തെ ത്യജിച്ചിട്ട് ശപിച്ചിട്ട് പോയി ചത്തൂടെ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കേൾക്കാവുന്ന ഏറ്റവും വേദനാജനകമായ വാക്കുകളിൽ ഒന്ന്, നിനക്ക് പോയി ചത്തൂടെ എന്ന് ചോദിച്ചു. ഈ ദൈവത്തെ കേഴ്സ് ചെയ്തിട്ട് നീ പോയി ചത്തോളാൻ പറഞ്ഞു. ആ മനുഷ്യൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ദുരന്തം കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ 3 കൂട്ടുകാര് ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവർക്ക് ഇവനെ തിരിച്ചറിയാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ, കാരണം അതുപോലെ വിരൂപനായിപ്പോയി ഇയ്യോബിനെ കണ്ടിട്ട് അവർ ഭയപ്പെട്ടിട്ട് തിരിച്ചറിയാൻ പറ്റാതെ 7 രാപ്പകൽ ഇയ്യോബിന്റെ അടുക്കൽ ഇരുന്ന് അവരൊരു വാക്കുപോലും മിണ്ടിയില്ല എന്ന് ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഭീകരത, അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടതയുടെ ആഴം ഈ കൂട്ടുകാര് വന്നതിന്റെ ഒരൊറ്റ വിവരണത്തിൽ നിന്ന് മനസ്സിലാകും. 7 രാപ്പകൽ, 7 days and 7 nights, ഈ 3 ഫ്രണ്ട്സ് വന്ന് ഇയ്യോബിന്റെ അടുക്കൽ ഇയ്യോബിന്റെ കൂടെ ഇരുന്നു. 7 ദിവസം അവർ ഒരക്ഷരം മിണ്ടിയില്ല. അത്ര ഭീകരമായിരുന്നു ഈ മനുഷ്യന്റെ ദുരന്തം. എല്ലാം നശിച്ചു, എല്ലാം. സ്വത്ത് പോയി, മക്കള് പോയി, ഭാര്യ ഇങ്ങനെ ശപിക്കുന്നു. ആരുമില്ല. ഒരായുസിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഭീകരമാണ്. ഈ കൂട്ടുകാർ വന്ന് ഇയ്യോബിന്റെ അടുത്തിരിക്കുമ്പോൾ ഇയ്യോബ് വായ തുറന്ന് ആദ്യം പറഞ്ഞത്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. നിനക്കൊരാൺ മകൻ ഉണ്ടായി എന്ന് എൻ്റെ അപ്പനോട് ചെന്ന് പറഞ്ഞവൻ ശപിക്കപ്പെടട്ടെ. അതൊക്കെ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരിക എന്ന് പറയുന്നത് കഷ്ടതയുടെ ഏറ്റവും ലോ ലെവലിൽ നിന്ന് മാത്രം വരുന്നതാണ്. എന്നാൽ നമുക്ക് ഇയാളുടെ സ്റ്റോറി അറിയാം, ഈ ടെസ്റ്റിമണി അറിയാം. ഇതിന്റെ അവസാനം ഈ ഇയ്യോബ് തന്നെ പറയുന്നത്, നിനക്ക് സകലതും കഴിയുമെന്നും നിനക്കെല്ലാം റിസ്റ്റോർ ചെയ്യാൻ കഴിയുമെന്നും, ദൈവമേ അങ്ങ് വിചാരിച്ചാൽ എനിക്കെല്ലാം മടക്കി തരാൻ കഴിയുമെന്നും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും, നീ വലിയ ദൈവമെന്നും ഞാൻ അറിയുന്നുവെന്ന് ഈ മനുഷ്യൻ പറയുന്നുണ്ട്. അതിന്റെ അവസാനം നമുക്കറിയാലോ, ദൈവം ഇദ്ദേഹത്തിന് ആരോഗ്യം തിരികെ കൊടുക്കുന്നുണ്ട്, 10 മക്കളെ കൊടുക്കുന്നുണ്ട്, എല്ലാ സമ്പത്തും കൊടുക്കുന്നുണ്ട്, എല്ലാം ഇരട്ടിയായിട്ട് തിരികെ പകരം കൊടുക്കുന്നുണ്ട്, എല്ലാം അവന്റെ എല്ലാ ഫോർച്യൂൺസും അവന് റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ നാം സേവിക്കുന്ന ദൈവം. പ്രത്യാശ ശേഷിക്കും. എത്ര തകർന്നു പോയാൽ ദൈവം കൂടുണ്ടെങ്കിൽ, ദൈവത്തെ ഒന്ന് വിളിക്കാമെങ്കിൽ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരു വാക്ക് പറയാമെങ്കിൽ, എല്ലാ പ്രത്യാശയും എല്ലാം അതിങ്ങനെ ശേഷിക്കും. അതെല്ലാം നഷ്ടമായതെല്ലാം തിരികെ തരാൻ ദൈവം ശക്തനാണ്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 11. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന്
നിങ്ങൾ അറിയും. അറിയും. ഇത് ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ അവർ ചെതറിപ്പോയപ്പോൾ, ആ രാഷ്ട്രം നശിച്ചു പോയപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഒരു വാഗ്ദത്ത വചനമാണ്, ഒരു പ്രവചനമാണ്. പ്രവാചകനെ ദൈവം അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചു, ഇവർ ഇനി വീണ്ടും ജീവിക്കുമോ? ഇവർ ഇനി ഒരു രാഷ്ട്രമായി മാറുമോ? തമ്മിൽ തല്ലി 2 കഷണമായി തീർന്നു. അത് കൂടാതെ ജാതീയ രാജാക്കന്മാർ ഇവരെ പിടിച്ചുകൊണ്ടുപോയി, ഇവർ നശിച്ചു. ഇനി ഇവർ ജീവിക്കുമോ? ക്യാൻ ദിസ് ബോൺസ് ലിവ്? നോ എന്നാ മറുപടി പറയേണ്ടത്. പക്ഷെ ആ ഭക്തൻ പറഞ്ഞു, അങ്ങേക്ക് സാധിക്കും. അങ്ങ് വിചാരിച്ചാൽ ഈ അസ്ഥികൾ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ദൈവം ആ മനുഷ്യനോട് പറഞ്ഞത്, നീ പ്രവചിക്കുക, നീ പ്രവചിക്കുക, നീ ഈ അസ്ഥികളെ നോക്കി ഇതിനോട് പ്രവചിക്കുക. നീ ശ്വാസത്തോട്, ബ്രത്തിനോട് നീ പ്രവചിക്കുക. ശ്വാസമേ, നീ 4 കാറ്റിൽ നിന്നും വന്ന്, 4 ദിക്കിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക എന്ന് പ്രവചിക്കാൻ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത്, എസെക്കിയേൽ എഴുതിയിരിക്കുന്നത്, ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അങ്ങനെ പ്രവചിക്കാം. ദൈവം കൽപ്പിക്കുന്ന പോലെ പ്രവചിക്കണം. ആൻഡ് ഐ പ്രൊഫസൈഡ് ആസ് ഐ വാസ് കമാൻഡഡ്. അങ്ങനെ പ്രവചിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പെട്ടെന്നൊരു മുഴക്കം ഉണ്ടായി. അസ്ഥിയോട് വന്ന് ചേർന്നു. അതിന്റെ മീതെ മാംസം ഉണ്ടായി. ഞരമ്പും അതിൽ വന്നു. ത്വക്ക് അതിനെ പൊതിഞ്ഞു. അവരങ്ങനെ കിടക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ വീണ്ടും പ്രവചിക്കുക, നീ വീണ്ടും ഇതിനെ നോക്കി പ്രവചിക്കുക. ശ്വാസമേ, ശ്വാസമേ, നീ വീണ്ടും വരിക. ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അതിന്റെ മീതെ ഊതുക എന്ന് പറഞ്ഞു. വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് നീ പ്രൊഫസൈ ചെയ്യണം. വീണ്ടും വീണ്ടും അവർ എഴുന്നേറ്റ് നിൽക്കുന്നിടം വരെ നീ പ്രവചിക്കണം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ കേൾക്കുന്ന സന്ദേശത്തിന്റെ അർത്ഥം അറിയാവോ? നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നിങ്ങൾ എക്സർസൈസ് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. അവരൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നിടം വരെ പ്രാർത്ഥിക്കണം, പ്രവചിക്കണം. അവരെ നോക്കി നിരാശപ്പെടുകയല്ല, നിരാശയുടെ വാക്കുകൾ പറയുവല്ല. വീണ്ടും 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 അവരൊരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നിടം വരെ പ്രവചിക്കണം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഈ ജനത്തെ പറ്റി. അത് ദൈവം ചെയ്യും. അതിൽ പങ്കാളിയാക്കുകയാണ് എസെക്കിയേലിനെ. അതിനാ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്നെ നിങ്ങളെയൊക്കെ ബോസ്റ്റൺ പ്രെയർ ലൈനിൽ കൊണ്ടിരുത്തിയേക്കുന്നത് പാട്ട് കേൾക്കാനും പ്രസംഗം കേൾക്കാനും അതിന് മാർക്കിടാനും ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് തൻ്റെ ജനത്തെക്കുറിച്ച്, നമ്മളായിരിക്കുന്ന ദേശത്തെക്കുറിച്ച്. ആ ദേശത്തെക്കുറിച്ചും ആ ജനത്തെക്കുറിച്ചും അവർ ജീവിക്കേണ്ടതിന്, അവരെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിന്റെ ഭാഗമായി തീരേണ്ടതിനാണ് ദൈവം ഈ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നമ്മളങ്ങ് ആസ്വദിച്ച് നമ്മൾ ദൂതെല്ലാം കൂടെ ഏറ്റെടുത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമൊന്നുമല്ല. ഇങ്ങനൊരു പർപ്പസ് ഉണ്ട്. വീണ്ടും 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 പ്രവചിച്ചു. ഈ ബന്ധം വിട്ടുകിടക്കുന്ന അസ്ഥികളെ പറ്റി അവരെഴുന്നേറ്റ് ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നിടം വരെയും പ്രവാചകൻ പ്രവചിച്ചു. അസ്ഥികളെല്ലാം വീണ്ടും ചേർന്നു എന്ന് പറഞ്ഞാൽ ബന്ധം വിട്ടുപോയതെല്ലാം തിരികെ യുണൈറ്റഡായി റീജോയിൻ ചെയ്തു. അതിന്റെ മീതെ മാംസം പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടായി. ഒരുപക്ഷെ ഇന്ന് പല നിലയിലുള്ളവർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. കുടുംബം തകർന്നു പോയവർ, ഗുരുതരമായ രോഗമുള്ളവർ. ഈ ഒറ്റ പ്രവചനത്തിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. അസ്ഥിയോട് വന്ന് ചേരുന്നു. അതിന്റെ മീതെ മാംസം വളർന്നു വരുന്നു. അതിന്റെ ടെൻഡൻസ്, അതിന്റെ ഞരമ്പുകളെല്ലാം
പ്രോപ്പറായി വരുന്നു. അതിനകത്ത് ശ്വാസമുണ്ടാകും, ഒരു സ്പിരിച്വൽ റിവൈവൽ ഉണ്ടാകും. അവരൊരു വലിയ സൈന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. വീണ്ടും 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 പ്രാർത്ഥിക്കണം, വീണ്ടും വീണ്ടും പ്രവചിക്കണം. ഇതിനെല്ലാം കണ്ട് ഇങ്ങനെ കമന്റ് പാസ്സാക്കി ഇടാനല്ല ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഈ ബോസ്റ്റൺ പ്രെയർ ലൈനിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം തകർന്നു പോയ ഒത്തിരി കുടുംബങ്ങളും തകർന്നു പോയ ഒത്തിരി ജീവിതങ്ങളും ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവേ. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുന്നു കർത്താവേ. അസ്ഥിയോട് വന്ന് ചേരട്ടെ കർത്താവേ. അതെല്ലാം യുണൈറ്റഡ് ആകട്ടെ കർത്താവേ. അതെല്ലാം റീജോയിൻ ചെയ്യട്ടെ കർത്താവേ. അതിന്റെ മീതെ മാംസം വരട്ടെ കർത്താവേ. അവർക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ കർത്താവേ. അവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ കർത്താവേ. അതിന്റെ ഞരമ്പുകളെല്ലാം പ്രോപ്പർ ആവട്ടെ കർത്താവേ. അതിന്റെ ടെൻഡൻസ് എല്ലാം അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വരട്ടെ കർത്താവേ. അവർ ആരോഗ്യമുള്ളവരായി ശക്തിയുള്ളവരായിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ കർത്താവേ. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ജീവിതങ്ങളുണ്ടല്ലോ, വിശ്വാസത്തിൽ ബാക്ക് സ്ലൈഡ് ചെയ്തവരുണ്ടല്ലോ കർത്താവേ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ കർത്താവേ. അവരുടെ ഉള്ളിൽ കർത്താവേ അങ്ങയുടെ ശ്വാസം വന്നിട്ട്, പരിശുദ്ധാത്മാവ് വന്നിട്ട് അവർ എഴുന്നേറ്റ് ഒരു സൈന്യമായി നിൽക്കേണ്ടതിന് ഇന്ന് രാത്രി കർത്താവേ, ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുന്നു കർത്താവേ. അവർ എഴുന്നേൽക്കട്ടെ കർത്താവേ. ഇങ്ങനെ തകർന്നു പോയതെല്ലാം ജീവിക്കട്ടെ കർത്താവേ. ഈ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യപുത്ര കർത്താവേ, അങ്ങേക്ക് കഴിയും, അങ്ങേക്ക് സാധിക്കും. അങ്ങ് പറഞ്ഞാൽ കർത്താവേ അവർ ജീവിക്കും, അവരൊരു സൈന്യമായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾ അറിയുന്നു. ഏത് പാപത്തിൽ വീണ് എത്ര ഭയങ്കരമായിട്ട് തകർന്നു പോയതാണെങ്കിലും അങ്ങേക്ക് ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നു. നിരാശയിൽ, വേദനയിൽ, ഭയത്തിൽ, മരണഭയത്തിൽ ഒക്കെ കിടക്കുന്ന സകല മനുഷ്യരെയും അങ്ങേക്ക് ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, എന്റെ ജനം ജീവിക്കട്ടെ കർത്താവേ. അവർ എഴുന്നേൽക്കട്ടെ കർത്താവേ. അവരുടെ ശവക്കുഴി തുറന്ന് ദൈവം അവരെ അതിൽ നിന്ന് തിരികെ കയറ്റുമ്പോൾ ഞാൻ ദൈവമെന്ന് അവർ അറിയുവാൻ തക്കവണ്ണം അങ്ങയുടെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് പകൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി. പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി. പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനായി, പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനായി. നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടുമെങ്കിൽ, പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടുമെങ്കിൽ, കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. മടങ്ങുകയിൽ ഇവിടുന്നിനി ഞാൻ, മടങ്ങുകയിൽ ഇവിടുന്നിനി ഞാൻ. പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ. പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ. ഈ പാട്ടെഴുതിയ വില്യം ബൂത്തൊക്കെ എല്ലാ ഭക്തന്മാരും ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തകർന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വണ്ണം അവർ നശിച്ചപ്പോഴൊക്കെ അവർ പാടിയ പാട്ടുകളും അവർ പ്രവചിച്ചതും അവർ പ്രാർത്ഥിച്ചവരുമൊക്കെയാണ്. ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ അവസ്ഥ എത്ര ദയനീയമാണെങ്കിൽ
നമ്മെ തിരികെ പണിത് നമ്മെ തിരികെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. നിങ്ങൾ ഈ കേട്ട ഈ പ്രവചനം, എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ പ്രവചനം, ഈ വചനങ്ങൾ, ഇതൊരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം എസെക്കിയേലിനെ കാണിച്ചു കൊടുത്തൊരു ദർശനമാണ്. ഇതൊരു വിഷനാണ്, വിഷൻ ഓഫ് ദ ഡ്രൈ ബോൺസ്. പക്ഷെ ഈ അധ്യായത്തിൽ എങ്ങും ഈ എസെക്കിയേൽ കണ്ടത് ഒരു വിഷനാണെന്ന് എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതൊരു ദർശനമാണ്, അതൊരു വിഷനാണ്. അതതിൻ്റെ മുമ്പുള്ള അധ്യായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അദ്ദേഹം അത് കണ്ടതാണ് ആത്മാവിൽ. അദ്ദേഹം അതിനോട് പ്രവചിക്കുമ്പോൾ, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അതൊരു റിയാലിറ്റി അല്ല. ഇങ്ങനൊരു സംഭവം എസെക്കിയേലിന്റെ ജീവിതകാലത്ത് നടന്നിട്ടില്ല. ഇങ്ങനെ ഇസ്രായേൽ ഒരു സൈന്യമായി എഴുന്നേറ്റിട്ടില്ല. ഈ പ്രവചനം ഇപ്പോഴെങ്ങും അദ്ദേഹത്തിന്റെ കാലത്തൊന്നും നിറവേറിയിട്ടില്ല. ഇന്ന് ഈ ദിവസം നമ്മൾ ബോസ്റ്റൺ പ്രെയർ ലൈനിൽ ഇരിക്കുമ്പോൾ പോലും ഈ പ്രൊഫസി ഫുൾഫിൽഡ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്നെ ഈ കേൾക്കുന്നേ, നിങ്ങൾ കേൾക്കണം. ഈ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു നല്ല പ്രവചനം പ്രവചിച്ചു. ദൈവത്തിന്റെ സമയത്ത് അത് നിവൃത്തിയാകും. നിങ്ങൾക്ക് ഈ പണി അറിയാവോ? നിങ്ങൾക്കറിയാവോ ഇത്? നിങ്ങളുടെ തലമുറകളെ നോക്കി പ്രവചിക്കാൻ അറിയാമോ? നിങ്ങൾക്ക് ഇങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ അറിയാമോ? നിങ്ങളുടെ ദേശത്തെ നോക്കി നിങ്ങൾക്ക് ബ്ലസ് ചെയ്യാൻ അറിയാമോ? നിങ്ങൾക്ക് പ്രൊഫസൈ ചെയ്യാൻ അറിയാമോ? എൻ്റെ മക്കൾ, എൻ്റെ തലമുറ, എൻ്റെ ചർച്ച്, എൻ്റെ നേഷൻ അത് ബ്ലസ്ഡ് ആയിരിക്കും. അവരൊരു വലിയ സൈന്യമായി തീരും. ഈ കേടുകളെല്ലാം മാറും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാവോ? ഇങ്ങനെ പ്രവചിക്കാൻ അറിയാം? കുറ്റപ്പെടുത്താനും വഴക്ക് പറയാനും നിരാശയുടെ വാക്കുകൾ പറയാനും ഇതെല്ലാം കണ്ടിങ്ങനെ സഹതപിക്കാനും പരിതപിക്കാനും മറ്റുള്ളവരോട് അതൊക്കെ പറയാനുമല്ലാതെ ഇങ്ങനൊരു പണി അറിയാം? നീ നശിച്ചു പോകത്തേയുള്ളൂ, നീ മുടിഞ്ഞു പോകത്തേയുള്ളൂ, നിനക്ക് ഗുണം വരികയില്ല, നീ അനുസരണമില്ലാത്തവൻ, നീ കൊള്ളുകയില്ല, ദൈവജനമെല്ലാം നശിച്ചു പോയി, ഒരിടത്തും നേരില്ല, ഇങ്ങനൊക്കെ പറയാനല്ലാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തോട് കൂടെ ഇരുന്ന് ആത്മാവിൽ പ്രവചിക്കാൻ അറിയാവും. ആത്മാവിൽ പ്രവചിക്കാൻ ഒരു തലമുറയെ നോക്കി, ഒരു ദേശത്തെ നോക്കി, ഒരു സഭയെ നോക്കി, ഒരു ജാതിയെ നോക്കി അവരേതുമില്ലാതെ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രവചിക്കാൻ അറിയാമോ? പ്രവചിച്ച് ഇടാൻ അറിയാമോ? തലമുറ കഴിഞ്ഞാലും നൂറ്റാണ്ട് കഴിഞ്ഞാലും അത് നിറവേറുമെന്നറിയാവോ? നിങ്ങൾ പ്രവചിച്ചാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞാലും ആ പ്രവചനം എങ്ങനെ കെടുക്കുമെന്നുള്ളത് അറിയാവോ? ദൈവം പറയുന്ന പോലെ ഞാൻ പ്രവചിച്ചാൽ എനിക്കിഷ്ടമുള്ളതല്ല. എസെക്കിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ
ഞാൻ പ്രവചിച്ചു. ഒരിടത്തല്ല, ആമേൻ. 2 ഇടത്ത് എഴുതിയിട്ടുണ്ട്. 7-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും എസെക്കിയേൽ പറയുന്നുണ്ട്, ദൈവം എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചു. ദൈവമക്കളെ, ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ വരണം. ഇങ്ങനൊരു ഡിവൈസ് തുറന്നു വെച്ച് മീറ്റിംഗ് കയറിയിരുന്ന് കുറെ മെസ്സേജും കേട്ട്, കുറെ പാട്ടും കേട്ട്, കുറെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുന്നതൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. കുറച്ചുകൂടൊക്കെ മെച്ചുവർ ആകണം. കുറച്ചുകൂടെ വർഷം കുറെ ആയല്ലോ നമ്മൾ ഈ പണി തുടങ്ങിയിട്ട്. അന്നും ഇന്നും ഒരുപോലെ ഇരുന്നാ മതിയോ? ഈ പ്രവാചകനെ നോക്ക്. ആ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹം ദർശനത്തിൽ കണ്ടു ഒരു തലമുറയെ. അദ്ദേഹം പ്രവചിച്ചു. ആ പ്രവചനം ബൈബിളിൽ കിടപ്പുണ്ട്. അത് എപ്പം നിറവേറുമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അതൊന്നും നടന്നില്ല. പക്ഷെ അദ്ദേഹം പ്രവചിച്ചിട്ടു. അത് നിറവേറും, അത് നിറവേറും. ഈ പണി നിങ്ങൾക്കറിയാമോ? ഈ പണി ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ചർച്ചിൽ പോയി. ഈ മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു ചർച്ചിൽ. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണു അടച്ചിങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ കാര്യത്തിന് ഞാൻ ഇടയ്ക്ക് കണ്ണു തുറന്നു. ഞാൻ കണ്ണു തുറന്നപ്പോ ഞാൻ നോക്കിയപ്പോ എന്റെ ഫ്രണ്ടില് പായല് കുറെ ചെറുപ്പക്കാരിരിപ്പുണ്ട്. ഒരു 10-60 പേര് കാണും. യങ്സ്റ്റേഴ്സ്, കുട്ടികൾ, ടീനേജിലുള്ളവരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ എല്ലാരും ഇരുന്ന് ഉറങ്ങുക. പിള്ളേര് മുഴുവൻ പകുതി എണ്ണം ഉറങ്ങുന്നു, തല കൊമ്പിട്ടിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ച കാര്യം, ആരും കൈയടിക്കുന്നില്ല, ആരും പാട്ട് പാടുന്നില്ല, ആർക്കും ഒന്നിനോടും താല്പര്യമില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഇവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. ആ ഒറ്റ സംഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതാണ് എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചത്. ഈ 37-ാം അധ്യായത്തിന്റെ കുറെ കാര്യങ്ങൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നീ അവർക്ക് വേണ്ടി പ്രവചിക്കുക. പിന്നത്തേതിൽ അവർ ബ്ലെസ്ഡ് ആകുമെന്ന് നീ ആത്മാവിൽ എന്ന് പറ. അവരെഴുന്നേക്കും, അവരൊരു സൈന്യമായിട്ട് മാറും. കുറ്റപ്പെടുത്താൻ, വഴക്ക് പറയാൻ, നമ്മളിങ്ങനെ അനുദപിക്കാൻ, ഇതൊന്നും അല്ലല്ലോ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദൈവനിയോഗമില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് നീട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നീട്ടിയ തിരികെ അതുപോലെ തിരികെ എടുക്കാന്നുള്ളതേ ഉള്ളൂ. ദൈവം പറയുന്ന പോലെ അത് നീട്ടാമെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും. ദൈവം പറയുന്ന പോലെ എസെക്കിയേൽ ദൈവസന്നിധിയിൽ നിന്നു. അവൻ ദൈവശബ്ദം കേട്ടു. നമ്മൾ കേൾക്കുന്നുണ്ടോ? എസെക്കിയേൽ ദർശനത്തിൽ ഒരു തലമുറയെ, ഒരു ജാതിയെ കണ്ടു. നമ്മൾ കാണുന്നുണ്ടോ? എസെക്കിയേൽ ആത്മാവിൽ പ്രവചിച്ചു, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്ക. നമ്മൾ പ്രവചിക്കുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്നുണ്ടോ? കർത്താവിന്റെ ദാസന്മാരെ, മെസ്സേജുകൾ നമ്മളും പറയാറുണ്ട്. എങ്ങനാ? ദൈവം പറയുന്ന അനുസരിച്ചാണ്. പ്രവചനം ഒന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല. അത് പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യർ സംസാരിക്കുന്ന. നമ്മളെങ്ങനെ ദൂത് പറയുന്നത്? നമ്മളെങ്ങനെ ആലോചന പറയുന്നത്? നമ്മളെങ്ങനെ മെസ്സേജ് പറയുന്നത്? ആരുടെയും മെസ്സേജ് കേട്ടിട്ട് അതിൽ നിന്നൊരു നല്ല മെസ്സേജാന്ന് കണ്ടിട്ട് അത് റിപ്പീറ്റ് ചെയ്യുവാണ്. അല്ലെങ്കിൽ ഓൺലൈനിലോ വല്ലോ എവിടെയെങ്കിലും കയറിയിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു നല്ല ഭാഗം കേട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ എൻലൈറ്റൻഡ് ആയിട്ട് നമ്മളങ്ങ് പ്രസംഗിക്കുകയാണ്. അതോ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ഇടപെട്ട ഏതെങ്കിലും ഒരു കാര്യം നമ്മളങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതോ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചിട്ട്, കർത്താവേ, അങ്ങയുടെ ജനത്തിന് അങ്ങേക്ക് അറിയിക്കാനുള്ളത് എന്താ? എന്നോട് പറഞ്ഞു തരണം, ഞാൻ ആ ജനത്തോട് അറിയിക്കാമെന്ന് ദൈവത്തിൽ നിന്ന് ആ ദൂത് വാങ്ങി അത് അതേപടി കൊടുക്കുവാണോ?
ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, ദൈവം പറഞ്ഞു തരുന്നത് കേട്ടിട്ടാണോ നമ്മൾ ഈ ജനത്തിന് ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? കർത്താവെല്ലാം ശുശ്രൂഷിച്ചത് അങ്ങനെ ആയിരുന്നല്ലോ. എൻ്റെ പിതാവിനോട് കേൾക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തരുന്നത് മാത്രം ഞാൻ ചെയ്യും. ഈ പ്രവാചകന്മാരെല്ലാം അങ്ങനെ ചെയ്തത്. ഈ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും എല്ലാം അങ്ങനെ ശുശ്രൂഷിച്ചത്. ദൈവം അവരോട് പറഞ്ഞത്, ദൈവം അവരോട് കാണിച്ചു കൊടുത്തത് അവരത് ചെയ്തു. നമ്മളോ മനുഷ്യർ കാണിച്ചു തരുന്നത്, മനുഷ്യർ പറയുന്ന കേട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്. നമുക്ക് ഈ പണി അറിയാൻ പാടില്ല. ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുന്നത്, അതെ അതെ, എല്ലാം ഈ വചനത്തിൽ നിന്ന് തന്നെ. അല്ലാതെ അവരെ പോലെ പുതിയ വചനമൊന്നും നമ്മൾ എഴുതി ഉണ്ടാക്കുന്നില്ല. ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തന്നെ അതിൽ നിന്ന് വേണം ശുശ്രൂഷിക്കാൻ. പക്ഷെ അതിൽ നിന്ന് അങ്ങനെ ഒരു നിയോഗം നമുക്ക് വേണ്ടേ? അതിന്റെ എന്ത് മീനിങ് അങ്ങനെയും കൂടെ വേണ്ടേ? അതിനകത്തുനിന്നൊരു ഇല്യൂമിനേഷൻ വേണ്ടേ? അതിനകത്തുനിന്നൊരു എൻലൈറ്റ്മെന്റ് വേണ്ടേ? ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യണ്ടേ? എസെക്കിയേൽ ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച് പ്രവചിച്ചു. ആ തലമുറയിലൊന്നും അത് ഫുൾഫിൽഡ് ആയില്ല. ഒന്നും സംഭവിച്ചില്ല, ഒന്നും. അദ്ദേഹം ആത്മാവിൽ പ്രവചിച്ചു. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു, ഇന്നും അത് നിറവേറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? പലരുടെയും വിചാരം എസെക്കിയേൽ ഏതോ ഒരു റിയൽ താഴ്വരയിൽ പോയി നിന്നു, അവിടെ കുറെ അസ്ഥികൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. എസെക്കിയേൽ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പം അവരെല്ലാം കൂടെ മനുഷ്യരായിട്ട് എഴുന്നേറ്റ് നിന്നെന്ന പലരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു വിഷനാണ്, വിഷൻ. ഇതൊരു ദർശനമാണ്. ഇന്നും ഈ പ്രവചനം നിറവേറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അതിൽ നിന്ന് എന്നാ പഠിക്കാം, അതിൽ നിന്ന് എന്നാ ഏറ്റെടുക്കാം? പ്രവചിക്കണം, പ്രാർത്ഥിക്കണം, പ്രവചിച്ചിട്ടേക്കണം. അത് നിറവേറും. എത്ര തലമുറ കഴിഞ്ഞാലും അതങ്ങനെ സംഭവിക്കും. അതൊക്കെയാണ് നമ്മുടെ ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുമില്ല, നിങ്ങളുടെ മക്കളെ നോക്കി പ്രവചിക്കാൻ പഠിക്കണം. അവരുടെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രവചിക്കണം. നീ ഒരു കർത്താവിന്റെ ദാസനാകട്ടെ, നീ ഒരു സുവിശേഷകനാകട്ടെ, നിനക്ക് നന്മ വരട്ടെ, നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അവരുടെ തലയെ കൈവച്ച് പ്രവചിക്കണം. ഇപ്പൊ എന്നാ നടക്കുന്നതെന്നറിയാമോ? ഇപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. ഇപ്പൊ ശത്രുവായവൻ നമ്മുടെ വായിൽ കൂടെ വേറെ പലതും അവന്റെ കാര്യങ്ങളാ പറയുന്നത്. നിനക്ക് നന്മ വരത്തില്ല, നീ ഒരിക്കലും നന്നാവത്തില്ല. അത് ക്രമമായിട്ട് നടക്കുന്നുണ്ട്. ഈ പണി അറിയാൻ പാടില്ലല്ലേ? ഇങ്ങനെ തകർന്നു കിടക്കുന്നതിനെ, നശിച്ചു കിടക്കുന്നതിനെ നോക്കി പ്രവചിക്കാൻ അറിയാൻ പാടില്ലല്ലേ? കുറെ ഇങ്ങനെ പരിതപിക്കാനും കുറെ സങ്കടം പറയാനും അല്ലാതെ നല്ലതൊന്നും അറിയത്തില്ലല്ലേ? ബാബിലോണിലെ പ്രവാസകാലത്ത് നടന്നൊരു സംഭവമാണ്. അവര് തിരികെ വന്നു. യേശുക്രിസ്തുവിന്റെ കാലത്തുമൊക്കെ അവര് റോമാക്കാരുടെ അടിമത്തത്തിലാണ്. ഈ എസ്രായുടെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും ഒക്കെ ഇവര് തിരികെ വരുമ്പോ അന്നേരം എല്ലാം അടിമത്തമാ, ക്യാപ്റ്റിവിറ്റി. ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ ഇവര് ഇസ്രായേലി വന്നു എന്നും പറഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യമൊന്നും ആയില്ല. കോരശന്റെ ഇടയൻ ഒരു വിളംബരം നടത്തി. നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. പോയൊരു ആലയം പണിതോളാൻ പറഞ്ഞു. സ്വദേശത്തേക്ക് മടങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അതെല്ലാം ക്യാപ്റ്റിവിറ്റിയാ. മെഡോ പേർഷ്യൻ ക്യാപ്റ്റിവിറ്റി, ഗ്രീക്ക് ക്യാപ്റ്റിവിറ്റി, റോമാക്കാരുടെ ആധിപത്യം. എന്നാ എസെക്കിയേൽ കണ്ട പ്രവചനം നിവർത്തിയായത്? 1947 ഇല്ല. അപ്പൊ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം ഇപ്പോഴും അങ്ങനെ കിടക്കുക അല്ലേ?
അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. ഒരു താഴ്വരയിൽ ഒരു സൈന്യത്തെ കാണുന്നു. അവനത് കണ്ടു ദീർഘവീക്ഷണത്തോടെ. അവന്റെ ജനം, നോക്ക്, അവന്റെ ജനത്തെ പറ്റി അവൻ പ്രവചിച്ചു. നിങ്ങളുടെ ജനത്തെ പറ്റി നിങ്ങൾക്ക് പ്രവചിക്കാൻ അറിയാം. സഭകളിലെല്ലാം വഴക്കും എലക്ഷനും തർക്കവും പലതരത്തിലുള്ള പൊളിറ്റിക്സുമായിട്ട് കിടക്കുമ്പോ നിങ്ങൾക്ക് അവരെ നോക്കി പ്രവചിക്കാൻ അറിയാം. തന്റെ സ്വന്തം ജനത്തെ പറ്റി, യഹൂദന്മാരെ പറ്റി എസക്കിയേൽ ആത്മാവിൽ പ്രവചിച്ചു. ഒരു സൈന്യത്തെ കണ്ടു അവൻ പ്രവചിച്ചിട്ടു. അത് നിറവേറും. ഇറ്റ് വിൽ ബി ഫുൾഫിൽഡ്. കാര്യം എന്നാ? ദൈവം പറഞ്ഞ പോലെ അവൻ പ്രവചിച്ചു. 1947 അവരൊരു സൈന്യമായി മാറിയോ? ഇല്ല. വായിക്കാം 37-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. Ezekiel chapter 37 verse 14. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. യഹൂദാ ഗ്രഹത്തെ, ഇസ്രായേൽ ഗ്രഹത്തെ നോക്കി ദൈവം പറഞ്ഞതാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. 47 അവർ ആ ദേശത്ത് വന്നു. അടിമത്തമില്ലാതെ, ഒരു സാമ്രാജ്യത്തിന്റെയും കീഴിലല്ലാതെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അവർ വന്നു. അവരുടെ ബാക്കി ചരിത്രം അറിയാമോ? അവരുടെ ഫ്യൂച്ചർ അറിയാമോ? അവരുടെ ഭാവി അറിയാമോ? ഒരു ക്യാപ്റ്റിവിറ്റിയും കൂടെ അവർക്ക് ബാക്കിയുണ്ട്. ഒരു പ്രവാസം കൂടെ അവർക്ക് ബാക്കിയുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അവരെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർക്ക് അയൺ ഡോം ഉണ്ടെന്നും മൊസാദ് വളരെ ഫേമസ് ആണെന്നും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ അവർക്ക് ഇനി ഒരടിമത്തം കൂടെ ബാക്കിയുണ്ടെന്നുള്ളത്? 2024 നാം ഈ രാഷ്ട്രത്തെ നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ക്യാപ്റ്റിവിറ്റിയും കൂടെ. ആന്റി ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അവരെ പിടിച്ച് അവരെ തകർക്കുന്ന ഒരു ഫ്യൂച്ചറും കൂടെ ബൈബിൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഈ രാഷ്ട്രം ഇനിയും തകരുമോ? തകരും. ഇനി യുദ്ധം നടക്കുന്ന രാഷ്ട്രം ഇനിയും പിടിക്കപ്പെടുമോ? പിടിക്കപ്പെടും. അങ്ങനെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ടോ? പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എസക്കിയേൽ പ്രവചിച്ചതോ? അത് പറഞ്ഞു ഞാൻ നിർത്താം. ഈ രാഷ്ട്രം ഇനി ഒരിക്കൽ കൂടെ പിടിക്കപ്പെടും. അവരുടെ പകുതി ജനം ക്യാപ്റ്റിവിറ്റിയിലേക്ക്, പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അവരുടെ സ്ത്രീകളെ വഷളാക്കുകയും അവരുടെ പട്ടണങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ 2024 നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഈ രാജ്യം ഇനി ഒരിക്കൽ കൂടെ പിടിക്കപ്പെടുമെന്ന്, അവരുടെ പകുതി ജനം പ്രവാസത്തിലോട്ട് പോകുമെന്ന്, അവർ വല്ലാതെ ഉപദ്രവിക്കപ്പെടുമെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നാളത്തെ പത്രമാണ് ഇന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് ആ ജനത്തോട് കരുണ തോന്നും, ദയ തോന്നും. ദൈവം അവരുടെ മേൽ, ഇസ്രായേൽ ഗ്രഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കും. ദൈവം അവരുടെ കണ്ണ് തുറക്കും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ വിലപിക്കും. അന്ന് ഇസ്രായേലിൽ ഒരു മഹാവിലാപം ഉണ്ടാവും. ഈ അടിമത്ത നിമിത്തമല്ല, ആന്റി ക്രൈസ്റ്റ് നിമിത്തമല്ല, അവര് കാണിച്ച അബദ്ധത്തെ കുറിച്ച്, അവരുടെ തെറ്റിനെ കുറിച്ച്
ഒരു വലിയ റിപ്പൻഡൻസ് ഉണ്ടാകും. പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് ഗോത്രം ഗോത്രമായിട്ട് കുലം കുലമായിട്ട് തിരിഞ്ഞ് അവർ വിലപിക്കും, അവർ കുത്യവങ്ങിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നതിനെ കുറിച്ച് പോലെ യേശുക്രിസ്തുവിനെ ഓർത്ത് അവർ കരയും. ഞങ്ങൾക്ക് തെറ്റിപ്പോയല്ലോ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ, ഞങ്ങളുടെ മശിഹായെ ഞങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ, അതിന്റെ നിമിത്തമാണല്ലോ ഈ ആപത്ത് മുഴുവൻ ഞങ്ങൾക്ക് വന്നതെന്ന് അവർ തിരിച്ചറിയും. അന്ന് കർത്താവ് ഒരു യുദ്ധവീരനെ പോലെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഒരു സൈന്യാധിപനെ പോലെ കർത്താവായ യേശുക്രിസ്തു സ്വർഗോന്നതികളിൽ നിന്ന് ആകാശം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും, തന്റെ വിശുദ്ധന്മാരുമായിട്ട്, 1000 വിശുദ്ധന്മാരുമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ കാൽ ഒലിവുമലയിൽ പതിയുമ്പോൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒലിവുമല 2 പിളരും. ഈ ജനം കർത്താവിനോട് വന്ന് ചേരും. അവർ ജീവിച്ച ഒരു വലിയ സൈന്യമായിട്ട്. ഞാൻ എങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല. ഞാൻ ഇച്ചിലൂടെ ലളിതമായിട്ട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്താം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിളിലെ എല്ലാ പ്രവചനവും നിറവേറുന്നത് യേശുക്രിസ്തുവിലാണ്. The whole prophecy of Bible, അത് മുഴുവൻ നിറവേറുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിലാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കിടക്കുന്ന സകല പ്രവചനങ്ങളും എല്ലാം കംപ്ലീറ്റ് നിറവേറുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലാണ്. അയ്യോ, അത് ശരിയാണോ? അത് ഇസ് ഇറ്റ് ട്രൂ? അതുള്ളതാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് തുടങ്ങി അബ്രഹാമിന് ദൈവം കൊടുത്ത പ്രോമിസ് മുതൽ, അതെന്നാ അബ്രഹാമിന് ദൈവം കൊടുത്ത പ്രോമിസ്? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സന്തതി എന്ന ഏകനെ കുറിച്ചാ പറയുന്നത്. അത് ക്രിസ്തുവാണ്. അപ്പൊ അവിടെ മുതൽ അങ്ങോട്ട് കംപ്ലീറ്റ് ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം, നിന്റെ സിംഹാസനം, നിന്റെ രാജ്യത്വം, അതിന് അന്തമുണ്ടാകുകയല്ലെന്ന്. ദാവീദ് മരിച്ച് അവന്റെ സിംഹാസനവും തീർന്ന്, അവന്റെ സകല പരിപാടിയും തീർന്നു. പക്ഷെ ആ വാഗ്ദത്തം, ആ പ്രൊഫസി കിടക്കുക. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവൻ, അവസാനമില്ലാത്ത രാജ്യത്വമുള്ള ഒരുവൻ. എല്ലാ പ്രവചനവും ബൈബിളിലെ കംപ്ലീറ്റ് പ്രൊഫസി കിടക്കുന്നത് ഈ കർത്താവിന്റെ ക്രൂശ് മരണത്തിലാണ്. അതിന്റെ നിറവേറൽ മുഴുവൻ കിടക്കും. കംപ്ലീറ്റ് കാര്യങ്ങൾ കിടക്കും. ദാനിയേൽ കണ്ട ദർശനം, പ്രവചനം, കൈ തൊടാതൊരു കല്ല്, എല്ലാ ബിംബങ്ങളും എല്ലാ സാമ്രാജ്യങ്ങളും അസ്തമിച്ചിട്ട് നബൂഖദ്നേസറിന്റെ സ്വപ്നം ദാനിയേൽ വിവരിച്ചു കൊടുക്കുന്ന പ്രവചനം എല്ലാം കിടക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ കിടക്കും. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, സഭ എന്ന മർമ്മം, ദൈവസഭ എന്ന മർമ്മം, എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്സും, എല്ലാ മിനിസ്ട്രിയും, എല്ലാ കൃപാവരങ്ങളും, ഞാനിങ്ങനെ വേഗം പറഞ്ഞാൽ മനസ്സിലാവൂ, കംപ്ലീറ്റ് കാര്യങ്ങൾ. പുതിയ യെരൂശലേം. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. ഭവനം ഒരുക്കിയിടാം, എളുപ്പ. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഭവനം ഉണ്ടാവും. അതിനകത്ത് പാർക്കണാൻ നമ്മളങ്ങോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ ക്രൂശിലെ ഈ യാഗം നടക്കണം. അല്ലാതെ ഒരു പ്രവചനവും നിവൃത്തിയാവില്ല. ഒരു പ്രവചനം യാതൊന്നും. ഇസ്രായേലിന് കിടക്കുന്ന ഈ ബ്ലെസ്സിങ്, ഈ പ്രവചനം എസെക്കിയേൽ കണ്ടത്. അവരൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് എപ്പോഴാ? ഈ ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച ആ ക്രൂശ് മരണം, അത് അവർ ഏറ്റെടുത്ത് അവരത് അറിഞ്ഞ് അത് വിശ്വസിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ഈ പ്രവചനം അത് നിവൃത്തിയാകും. എല്ലാ പ്രവചനങ്ങളും ബൈബിളിലെ കംപ്ലീറ്റ് പ്രൊഫസി, കംപ്ലീറ്റ്. കർത്താവിന്റെ ദാസന്മാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതുള്ളതാണോ. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം പ്രവചനത്തിന്റെ ആത്മാവാണ്.
മുഴുവൻ കംപ്ലീറ്റ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യം. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. സകല പ്രവചനത്തിന്റെയും എസൻസ് എന്ന് പറയുന്നത്, സകല ട്രൂ പ്രോഫസിയുടെയും മിനിസ്ട്രിയുടെയും എസൻസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എന്റെ വേദന സർവവും നീക്കി എന്റെ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയട്ടെ. പ്രവചനങ്ങൾ ഒരുപാട് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ച് ഇട്ടു. അനുഗ്രഹത്തിന്റെ, ബ്ലെസ്സിങ്ങിന്റെ. പക്ഷെ ഒരു ശാപം മാനവജാതിയുടെ മേൽ കിടക്കുക, പാപം നിമിത്തമുള്ള ശാപം. അത് നീങ്ങാതെ ഒരു ബ്ലെസ്സിങ്ങും ബ്ലെസ്സിങ് ആകത്തില്ല, ഒരു പ്രൊഫസിയും ഫുൾഫിൽഡ് ആകത്തില്ല. ഒരുപാട് പ്രവചനം കിടപ്പുണ്ട്, ഒരുപാട് പ്രവചനം. അത് മുഴുവൻ നിവൃത്തിയാകുന്നത് കാൽവറി ക്രൂശിലാണ്. ആ ക്രൂശിലോട്ട് സൂക്ഷിച്ചു നോക്ക്. ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ആ രൂപത്തെ നിങ്ങളൊന്ന് നോക്ക്. തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളുടെ രൂപം, അടിച്ച് തകർക്കപ്പെട്ട ഒരു രൂപം ആ ക്രൂശിൽ തൂങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്ക്. എസെക്കിയേൽ കണ്ടത്, എസെക്കിയേൽ പ്രവചിക്കുമ്പോൾ ഒരു മുഴക്കം ഉണ്ടായി. ഇവിടെ ഗൊൽഗൊഥായിൽ ഒരല്പം കഴിയുമ്പോൾ ഒരു മുഴക്കം ഉണ്ടാവും, ഒരു ഭൂകമ്പം ഉണ്ടാവും. എസെക്കിയേൽ പ്രവചിക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു, അതിന്റെ മീതെ മാംസം ഉണ്ടായി, ഞരമ്പുണ്ടായി, ത്വക്കതിനെ പൊതിഞ്ഞു, അതിന്റെ മീതെ ശ്വാസം വന്നു. സൂക്ഷിച്ചു നോക്കാമെങ്കിൽ വേറൊരു കാര്യം കാണാം. എസെക്കിയേൽ കണ്ട പ്രവചനം നിറവേറുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. അവന്റെ അസ്ഥിയെല്ലാം ബന്ധം വിട്ടുപോയി, അവന്റെ മാംസവും ഞരമ്പും എല്ലാം ആടിച്ച് തകർത്ത്, ആ ത്വക്കെല്ലാം കീറി പറഞ്ഞു പോയി. ഒരു ജാതി, ഒരു ജനത എഴുന്നേൽക്കാൻ വേണ്ടി അതിന്റെ വില കൊടുക്കുന്ന ഒരു കർത്താവ് തകർത്ത് കളഞ്ഞു, തകർത്ത് കളഞ്ഞു. റോമൻ പടയാളികൾ കർത്താവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു പൊട്ടിക്കുമ്പോൾ പ്രവാചകന്മാർ പറഞ്ഞത്, അവന്റെ പുറമെല്ലാം ഉഴവിച്ചാൽ കണക്കെ നീളത്തിൽ കീറി. ത്വക്ക് മാത്രമല്ല, മാംസവും ഞരമ്പും എല്ലാം കീറി മൊത്തം. ദേഹത്തെല്ലാം മുറിവുകൾ. ആ ശരീരം ക്രൂശിൽ തൂക്കിയിടുമ്പോൾ സകലത്തിന്റെയും ഉടയവൻ ആ കാൽവരി ക്രൂശിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ തകർക്കപ്പെട്ട ഒരു ശരീരത്തെ നമുക്ക് കാണാം. നാം ജീവിക്കേണ്ടത്, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്, ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കേണ്ടതിന് തകർക്കപ്പെട്ട ആ രൂപത്തെ നമുക്ക് കാണാം. വളരെ ബലഹീനവും വളരെ വേദനയോടെ മരിക്കുന്ന ഒരു കർത്താവിനെ ക്രൂശിൽ കാണാം. നിലവിളിക്കുന്ന, ദാഹിക്കുന്നുവെന്ന് പറയുന്ന, ഉറക്ക നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പലപ്പോഴും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിക്കുന്ന, പറയുന്ന പല കാര്യങ്ങളും താഴെ നിൽക്കുന്നവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാതെ ഉറക്കം നിലവിളിക്കുന്ന കർത്താവിനെ ക്രൂശിൽ കാണാം. എലി എലി എന്ന് വിളിക്കുമ്പോൾ താഴെ നിൽക്കുന്നവര് പറയുന്നത് ഏലിയാവെ വിളിക്കുന്നു. അങ്ങനെ കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ
അത്ര ബലഹീനമൊന്നുമല്ല, അത് വീക്കൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ളതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രൂശിൽ നടന്നത്. ദ മോസ്റ്റ് പവർഫുൾ സാക്രിഫൈസ്, ഏറ്റവും ശക്തമായ ഒരു പ്രവൃത്തിയാണ് ലോകത്തിൽ നടന്നിട്ടുള്ളതിലെ ഏറ്റവും ശക്തമായ ദൈവപ്രവൃത്തിയാണ് ക്രൂശിൽ നടന്നത്. ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ ഉള്ളതാണോ? ഏറ്റവും ശക്തമായ ദൈവപ്രവൃത്തിയാണ് ഗൊൽഗൊഥായുടെ മുകളിൽ നടന്നത്. ചെങ്കടൽ വിഭാഗിച്ചതൊന്നുമല്ല. ഏറ്റവും ദ മോസ്റ്റ് പവർഫുൾ ആക്ട് ഓഫ് ഗാഡ്, ഏറ്റവും ശക്തമായ ദൈവപ്രവൃത്തി. അതെന്നെ അങ്ങനെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിക്കുന്ന കർത്താവ് ഏത് മനുഷ്യനെയും രക്ഷിക്കുന്ന, എത്ര കഠിന പാപമാണേലും അത് ഇളച്ചു കൊടുത്ത് പുതിയ ജീവൻ കൊടുക്കുന്ന ദ മോസ്റ്റ് പവർഫുൾ ദൈവത്തിന്റെ പ്രവൃത്തി. ഏത് മനുഷ്യനും ജനിക്കാൻ പോകുന്ന ഏത് തലമുറയിൽപ്പെട്ട ഏത് മനുഷ്യനെയും ശുദ്ധീകരിക്കുന്ന ആ പരമയാഗം. അത് ബലഹീനമാണെന്നൊക്കെ തോന്നും ഈ നിലവിളിയൊക്കെ കേട്ടാൽ, പക്ഷെ അത് ഭയങ്കര ശക്തമാണ്, ഭയങ്കര ശക്തം. യേശു ഉറക്കം നിലവിളിച്ച് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് എങ്ങനെ? അസ്ഥിയോട് ചേരുന്നു, മാംസവും ഞരമ്പും ഒക്കെ അതിന്റെ മീതെ വരുന്നു, ത്വക്കതിനെ പൊതിയുന്നു, അവസാനം ശ്വാസം അതിൽ വരുന്നു. ഗൊൽഗൊഥായിൽ എങ്ങനെയാ കാണുന്നത്? എല്ലാം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ശ്വാസം ഏൽപ്പിച്ചു കൊടുക്കുക, വിടുക, തന്റെ പ്രാണനെ വിട്ടുകളയുക. നമ്മിൽ ശ്വാസം വരേണ്ടത്. മാംസമെല്ലാം തകർക്കപ്പെട്ടു, ഞരമ്പുമെല്ലാം ത്വക്കുമെല്ലാം വലിച്ചു കീറിക്കളഞ്ഞു, അസ്ഥികളെല്ലാം എന്റെ ജോയിന്റിൽ നിന്ന് ബന്ധം വിടത്തക്ക രീതിയിൽ തകർത്ത് കളഞ്ഞു. ഒരു ജനത എഴുന്നേൽക്കാൻ ക്രിസ്തു മരിക്കുമ്പോൾ പിന്നെയും അവൻ ഉറക്ക നിലവിളിച്ച് തന്റെ പ്രാണനെ വിടുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഭൂമി കുലുങ്ങി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാം, എങ്കിലും ഒന്ന് കേട്ടു നോക്ക്. ഭൂമി കുലുങ്ങി. എന്നാ കാര്യം? അതിന്റെ ഉടയവൻ മരിച്ചു. പാറകൾ പിളർന്നു. ഭയങ്കര പവർഫുള്ളാ ഈ മരണം, ഭയങ്കര പവർഫുൾ. പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള ആ പ്രമാണം ഇവിടെ നിവർത്തിക്കുകയാണ്. അതിന്റെ വില കൊടുക്കുകയാണ്. ആ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഒരു ജനത എഴുന്നേൽക്കാൻ വേണ്ടി, ഇസ്രായേൽ മാത്രമല്ല സകല മനുഷ്യരും എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള വില കൊടുക്കുകയാണ്. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം ചിന്തിപ്പോയി. എത്ര പവർഫുൾ ആണെന്ന് നോക്ക്. സൂര്യൻ ഇരുണ്ടുപോയി. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഇനി അങ്ങോട്ട് ഈ എസക്കിയേൽ കണ്ട പോലെ വലിയ പ്രവചനത്തിന്റെ നിവർത്തിയാണ്. ഒരു പെരും കള്ളൻ, അധമ പാതാളത്തിൽ പോയി വീഴേണ്ട ഒരു കള്ളന് സ്വർഗീയ പർദീസയിലോട്ട് പ്രമോഷൻ കിട്ടുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ അബ്രഹാമിന്റെ മടിയെന്ന പാതാള പർദീസയിൽ കിടക്കുന്നവർ മുഴുവൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ പർദീസയിലോട്ട് പോകുന്നു. അതിന്റെ അടയാളമാ ഈ കല്ലറ തുറന്ന് മരിച്ചവർ പലരും പുറത്തു വന്നത്. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം അവർ യെരൂശലേമിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ഒരു തലമുറയ്ക്ക് മുഴുവൻ വിടുതലാകുകയാണ് ഈ ക്രൂശുമരണ നിമിത്തം. ഒളിച്ചു നിന്നിരുന്ന പല രഹസ്യ ശിഷ്യന്മാരും നല്ല തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പുറത്തു വന്നു. നിക്കോദിമോസും അരിമത്യക്കാരൻ ജോസഫും ഒക്കെ ബോൾഡായിട്ട്, കാരണം അത്ര പവർഫുൾ ആണ് ഈ ക്രൂശ് മരണം. അവിടെ നിന്നിരുന്ന പട്ടാളക്കാർ പലരും, ഒന്നും രണ്ടും പേരല്ല, പലരും യൂണിഫോമിൽ നിന്നവർ ഇവൻ വാസ്തവമായും ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഗൊൽഗൊഥായുടെ മുകളിൽ വെച്ച് തന്നെ രക്ഷപ്പെട്ടു. ഇവിടുന്ന് അങ്ങോട്ട് വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തലമുറകൾ എഴുന്നേൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ജനം രക്ഷപ്പെടുകയാണ്. ഇനി അങ്ങോട്ട് എല്ലാ പ്രവചനങ്ങളുടെയും നിറവേറലാണ്. കർത്താവിന്റെ ക്രൂശ് മരണം മുതൽ ആദ്യം മുതൽ കിടക്കുന്ന എല്ലാ പ്രൊഫസീസും, ഉൽപ്പത്തി മുതൽ കിടക്കുന്നത് എല്ലാം ഫുൾഫിൽഡ് ആകുകയാണ്.
നിറവേറുകയാണ്. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ പോലൊരു മനുഷ്യനായിരുന്ന എസെക്കിയേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, താൻ ആത്മാവിൽ കണ്ടു, തകർന്ന തരിപ്പണമായി കിടക്കുന്ന ജനങ്ങളെ ആത്മാവിൽ കണ്ടു, ദൈവം പറഞ്ഞ പോലെ പ്രവചിച്ചു. ആ പ്രവചനം ഇന്നും ഫുൾഫിൽഡ് ആകാതെ കിടക്കുമ്പോൾ പ്രവചിച്ചതെല്ലാം നിവർത്തിയാകുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അവരൊരു സൈന്യമായി എഴുന്നേൽക്കുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങളെയും കൂടെ പഠിപ്പിക്കണമേ, പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രവചിക്കുവാൻ, ഒരു തലമുറ എഴുന്നേൽക്കുവാൻ ഞങ്ങളെ കൂടെ പഠിപ്പിക്കണമേ കർത്താവേ. എല്ലാ പ്രവചനവും നിറവേറുന്നത് കർത്താവിന്റെ ക്രൂശിലാണ്. അതിലേക്ക് നോക്കി അതിനോട് ചേർന്ന് നിന്ന് എത്ര തകർന്നു പോയതാണേലും ജീവിക്കുമെന്ന് ഇന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഒരുപക്ഷെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ തകർന്നു പോയ ഒത്തിരി ജീവിതങ്ങളുണ്ടാകും. ഞങ്ങളുടെ അസ്ഥികളെല്ലാം ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്കെല്ലാം ഭംഗം വന്ന് ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് പറയുന്നവരുണ്ടാകും. കർത്താവേ, എന്നാൽ അങ്ങയുടെ വാഗ്ദത്തം ജീവിപ്പിക്കാമെന്നുള്ളതാണ്. അതവർക്ക് പ്രത്യാശ നൽകട്ടെ. പക്ഷേ അവർ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കട്ടെ, അത് നിറവേറുന്നത് ക്രൂശിലാണ്. കർത്താവിന്റെ ക്രൂശത്തെ അറിഞ്ഞ് അതിനോട് ചേർന്ന് വരുമ്പോഴാണ് ആ പ്രവചനം നിറവേറുന്നതെന്ന്, വാഗ്ദത്തം നിറവേറുന്നതെന്നും ബ്ലെസ്സിങ് ഉണ്ടാകുന്നതെന്നും അവർ നിശ്ചയമായിട്ടും അറിയട്ടെ. കർത്താവ്, നന്ദി. ബോസ്റ്റൺ പ്രയർ ലൈനായിട്ട് നന്ദി. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കും. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ദർശനങ്ങൾ കാണുന്നവർ എഴുന്നേൽക്കട്ടെ, ഞങ്ങളുടെ വൃദ്ധന്മാർ അവർ സ്വപ്നങ്ങളെ കാണട്ടെ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാഗ്ദത്വം ബോസ്റ്റൺ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞങ്ങൾ വെറുതെ മെസ്സേജ് കേൾക്കുന്നവരും പാട്ട് കേൾക്കുന്നവരുമായി തീരാതെ ഒരു തലമുറയെ ജീവിപ്പിക്കുന്നവരായിട്ട് ഞങ്ങൾ മാറട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ. അന്തരാത്മാവിൽ ഒരു മുഴക്കം ഉണ്ടാകട്ടെ. കർത്താവ്, കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റമാണ്. ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കട്ടെ. കർത്താവ്, ഈ ക്ഷീണവും മടുപ്പും ഒക്കെ മാറട്ടെ. ആത്മാവിൽ ഞങ്ങൾ പ്രവചിക്കുന്നു, അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാകട്ടെ. കർത്താവ്, നല്ല ഫ്ലഷും ടെൻഡൻസും ഒക്കെ ഉണ്ടാകട്ടെ, നല്ല ബ്യൂട്ടി ഉണ്ടാകട്ടെ. സ്കിൻ അവരെ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മാറട്ടെ. കർത്താവ്, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വന്നിട്ട് അവർ നല്ല ദർശനമുള്ളവരായിട്ട് ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കി നിൽക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. സഭകളും ഞങ്ങളുടെ ചർച്ചസും ഞങ്ങളുടെ കോൺഗ്രിഗേഷനും എല്ലാം ഇതുപോലെ വീക്ക് ആകുമ്പോൾ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ബ്ലസ് ബോസ്റ്റൺ പ്രയർ ലൈൻ.